ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പൊതുവെ എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ ഈവനിങ്. അപ്പോൾ അതാ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഈവനിങ് അങ്ങോട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചായ ഇവിടെ റെഡിയായി. ഞാൻ നല്ലോണം ആറ്റി നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് കൊലായിന്നോ ഹോളിന്നോ ഒക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണേ ചായ കുടിക്കുക. അച്ഛന് മധുരടാത്ത ചായയാണ്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കുള്ളത് മധുരമൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ കുടിക്കാൻ പോകുന്നുണ്ട്. ഏട്ടൻ ഉറങ്ങായിരുന്നു, അതുകൊണ്ട് ഏട്ടനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല. എനിക്കും അമ്മയ്ക്കും അച്ഛനുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ഭരത്മോൻ അങ്ങനെ ചായ ഒന്നും കൊടുക്കാറില്ല. പക്ഷേ ഞങ്ങൾ കുടിക്കുമ്പോൾ അവന് ചിലപ്പോൾ ചായ കുടിക്കാൻ തോന്നുകയൊക്കെ ചെയ്യുമ്പം ചെറിയൊരു സിപ്പ് കൊടുക്കാറേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഞാൻ നേരെ ഹാളിലെത്തിയിട്ട് അവിടെ അല്ലറ ചില്ലറ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും എടുത്ത് ഞാൻ നേരെ കൊലായിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇനി ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം എന്ന് പറയുന്നത് അത്ര പണിയുള്ള ദിവസങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഒരു ചായയിലൊക്കെ തുടങ്ങി പിന്നെ വിളക്കത്തിച്ച് അത് അവസാനിക്കുന്ന ഒരു പോലെയാണ് എൻ്റെ ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വേണ്ടി പുഴുങ്ങിയ ചക്കക്കുരു രണ്ടെണ്ണമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ നേരെ പിന്നെ നമ്മൾ പുറത്ത് ആറിയിട്ടതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോൾ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ രാത്രിയും ചില സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ മഴ പെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ചിലപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ മഴ പെയ്യുന്നത് പോലും അറിയണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി ഡ്രസ്സൊക്കെ എടുത്തു. മഴ പെയ്തു എന്ന് വെച്ചിട്ട് വെയിലിൻ്റെ ചൂടിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നല്ല വെയിൽ തന്നെയാണ്, നല്ല വിയർത്ത് കുളിക്കാറാണ് കേട്ടോ പകല്. ഫാൻ ഇടാണ്ട് ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഉറങ്ങാൻ പോയിട്ട് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി സോഫയിൽ വെച്ചിട്ടോ. ഇനി നമുക്ക് മെല്ലെ പണികൾ തീർത്തിട്ട് അതൊക്കെ മടക്കി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യോടെ തന്നെ അങ്ങോട്ട് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവേ എൻ്റെ ഒരു വൈകുന്നേരം പോവാട്ടോ. അമ്മ ഞങ്ങൾക്ക് വിഷുവിനുള്ള ഡ്രസ്സ്, അതായത് മാക്സി ഒക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് ഫ്രോക്ക് മാക്സിയും അമ്മയ്ക്ക് മാക്സിയും ഒക്കെ അടിക്കാനുള്ള മെറ്റീരിയൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മ ചെറിയൊരു ബിസിനസ് ഉണ്ട് മാക്സിൻ്റെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മ അത് അടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ചക്കക്കുരു വേവിച്ച കുക്കറാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചക്കക്കുരു ഒക്കെ ഇഷ്ടമാണോ? ഇവിടെ അമ്മയ്ക്ക് ചക്കക്കുരും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ എനിക്ക് ഒട്ടും വലിയ താല്പര്യമില്ലാത്ത സംഭവങ്ങളായിരുന്നു കേട്ടോ ഈ ചക്കയൊക്കെ. പക്ഷേ ഇപ്പം കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ അതൊന്നും കിട്ടൂലല്ലോ, എപ്പോഴെങ്കിലൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയി വിളക്കും കിണ്ടിയും പലകയൊക്കെ എടുത്ത് വന്നു കേട്ടോ. ഇനി ഇതും കൂടെ വന്നോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അടുക്കള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. രാത്രിക്കത്തേക്കുള്ള ചപ്പാത്തിയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. വൈകുന്നേരത്തെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വിളക്കൊക്കെ കഴുകി വെക്കുക, ചായ ഉണ്ടാക്കുക, പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക, മടക്കി വെക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ കേട്ടോ. അത് ചിലപ്പം അമ്മയായിരിക്കും ചെയ്യുക, ഞാനായിരിക്കും ചെയ്യുക, അങ്ങനെ മാറി മാറി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നമ്മ അവിടെ അടിക്കുകയാണ്. അപ്പം ഞാൻ വേഗം ഏകദേശം ഒരു 4 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ ചായൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കത്തിക്കുന്നവരെ കുറച്ച് നേരം ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ച് ഇതുപോലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ സബീന ഇട്ടിട്ടാണ് കേട്ടോ കിണ്ടിയും വിളക്കും പലകയൊക്കെ കഴുകുന്നത്. അതിട്ട് കഴുകുമ്പം എന്താണെന്നറിയില്ല, വിളക്കൊക്കെ നല്ല വൃത്തിയാവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കിണ്ടിയൊക്കെ കഴുകും. നിങ്ങൾ ഇതിനെന്താ പറയുക? എൻ്റെ നാട്ടിലേക്കൊക്കെ കിണ്ടി തന്നെയാണ് കേട്ടോ പറയുക. ചിരിക്കൊന്നും വേണ്ട, കിണ്ടി തന്നെയാണേ പറയുക. ഇവിടെ ഏട്ടൻ്റെ നാട്ടിലേക്ക് അതിനെ മൂളി എന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു വരണം. രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചിട്ടാണ് എല്ലാ പണികളും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ ഭരത്മോനുള്ളതുകൊണ്ട് തന്നെ പല സാധനങ്ങൾ ഇങ്ങനെ പരന്ന് കളിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ വാരി കൊട്ടയിലിടലും പെട്ടിലിടലും ഒക്കെയാണ് എൻ്റെ ഡ്യൂട്ടി കേട്ടോ. അതിനുശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിയും കേട്ടോ. പിന്നെ ആ ഡ്രസ്സും കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല ഞാൻ കേട്ടോ പണി. വിളക്ക് കത്തിക്കാൻ ചിലപ്പം അമ്മയായിരിക്കും കത്തിക്കുക, ചിലപ്പോൾ ഞാനായിരിക്കും കത്തിരിക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അടിച്ചുവാരലൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കൊലായിയാണ് ആദ്യം അടിച്ചത്. കൊലായിൽ അവൻ്റെ ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പെറുക്കിക്കൊണ്ടേ അവൻ്റെ കൊട്ടയിലിട്ടു കേട്ടോ. പിന്നെ നേരെ
ഹോളും എല്ലാം ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ അടിച്ചു വാരുന്ന പരിപാടി കഴിഞ്ഞിട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ഹോളിൽ അങ്ങനെ അവൻ്റെ ടോയ്സും വണ്ടികളും ഒന്നും അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ റിമോട്ടൊക്കെ സോഫേൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞങ്ങളിപ്പോൾ റിമോട്ട് വെക്കാൻ പ്രത്യേകതരം ഒരു സ്റ്റാൻഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം റിമോട്ടൊക്കെ അടിച്ചടിച്ച് അവൻ പൊട്ടിച്ച് ഇതിപ്പോൾ എത്രാമത്തെ റിമോട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഓരോ പാത്രങ്ങളൊക്കെ എനിക്ക് സോഫേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അവൻ്റെ ടോയ്സും കളിപ്പാട്ടങ്ങളൊന്നും ഇങ്ങനെ നിരന്ന് കിടക്കാത്തത് കൊണ്ട് ഇന്ന് അടിച്ചു വരാൻ നല്ല സുഖമായിരുന്നു. അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടുവച്ച് ഞാനൊരു വഴിക്കാവട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നേരെ വന്നത് പിന്നെ മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനിടയിൽ പോയി ഒന്ന് ജസ്റ്റ് ഫ്രഷായി വന്നതിന് ശേഷം വേഗം തന്നെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ മടക്കി വെക്കുന്നത് ഇപ്പം കൈയോടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കഴിയും, അല്ലെങ്കിൽ കുറേ നേരം അത് ആ സോഫയിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. ചിലപ്പം അമ്മ കണ്ട അമ്മ മടക്കി വെക്കും. അപ്പോൾ ഇന്ന് എനിക്കാണ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞാനെല്ലാം വേഗം അങ്ങോട്ട് മടക്കി വെച്ചിട്ട് അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മടക്കി ഇങ്ങനെ സോഫയിൽ വെക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഭരത്തുമോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ മടക്കി വെച്ച സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് അവൻ അച്ഛൻ്റെ കൂടെ എന്തോ പുറത്ത് ഭയങ്കര തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു, അതാണ് അവൻ ഇവിടെ കാണാത്തത്. അല്ലാണ്ട് ഇത് മടക്കി വെക്കുമ്പോൾ വാരി വലിച്ചിടാൻ അവൻ എന്തായാലും വരും കേട്ടോ. അപ്പം ഞാൻ സ്പീഡായിട്ട് മടക്കി വെക്കുക. എനിക്ക് തോന്നുന്നു അവൻ ഉറങ്ങെന്തോ ആയിരുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് നേരെ പോയി ഫ്രഷായി വന്നു കേട്ടോ. ഇനി കുറച്ച് നേരം ഞാനിങ്ങനെ എഡിറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വിളക്കെത്തിക്കുക. ഞാൻ വിളക്കും കൊണ്ട് വരുമ്പം എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ ഈ വിളക്ക് വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ ചിരിച്ചു പോയിട്ടോ ഏട്ടൻ്റെ ഫോണും പിടിച്ചുള്ള നൃത്തം കണ്ടിട്ട്. പിന്നെ ഞാനും ഭരത്തുമോനും കൂടെ ഇതാ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഞാനും അമ്മയും ഭരത്തുമോനും കൂടിയാണ് പൊതുവെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് അമ്മ എന്തോ തിരക്കിലായപ്പോൾ ഞാനും ഭരത്തുമോനും കൂടെ തന്നെയാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.